പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 66 ആമേൻ 13 വാക്യം. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ എന്താണ് ഹല്ലേലൂയ ഈ യെരുശലേം വാസികൾ മൊത്തത്തിൽ തന്നെ ആമേൻ ബാബേൽ പ്രവാസത്തിലേക്ക് കടന്നുപോയി. അവരവിടെ കഷ്ടപ്പെടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ കൂട്ടിച്ചേർക്കും, ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾക്ക് സ്വന്തമായതിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ സ്വർഗ്ഗം സഹായിക്കുമെന്ന് ഹല്ലേലൂയ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ പറയുകയാണ്, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക, നിങ്ങൾ യെരുശലേമിൽ നന്മകളെ കാണും. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ അവസ്ഥകളിൽ ഹല്ലേലൂയ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന്. അതായത് നമ്മെ സഹായിക്കുന്ന ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. കർത്താവിന്റെ വചനം, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ആമേൻ നിങ്ങൾ ഭാരപ്പെടുന്ന അവസ്ഥകളിൽ ഹല്ലേലൂയ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ 365 പ്രാവശ്യം ആമേൻ ബൈബിളിൽ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നാം ഒന്നിലും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ ആശ്വാസമാണ്, നമുക്ക് ദുർഗമാണ്, നമുക്ക് പരിചയമാണ്, നമ്മുടെ കോട്ടയാണ്. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം അടുത്ത് ചെന്നാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. കർത്താവ് പറയുകയാണ്, നീ ഏത് വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നു, ഞാൻ നിന്നെ അതിൽ ആശ്വാസം തരും. ആമേൻ. നീ നന്മ കാണും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തില് അത് എന്താണോ അതിൽ ദൈവം ഈ പകൽക്കാലം ആമേ വചനം കേൾക്കുന്നവരുടെ മേലും അത് വ്യാപരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവത്തിനുള്ള ആശ്വാസം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ പറയുകയാണ്, പ്രവാസികളായ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ യെരുശലേമിൽ കൊണ്ടുപോകുക, നിങ്ങളവിടെ ആശ്വാസം പ്രാപിക്കും. ഹല്ലേലൂയ. പകൽക്കാലം ആരെങ്കിലും രോഗികളാൽ ഭാരപ്പെടുന്നുണ്ടോ? ആമേൻ, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ആശ്വാസ കാലങ്ങളെ തരുന്ന ദൈവമാണ് എന്ന് നിങ്ങൾ കണ്ണുനീരിലായിരിക്കുവാനല്ല, നിങ്ങളെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ട്. കർത്താവ്, ഞാൻ നിങ്ങളെ കണ്ണുനീരെല്ലാം തുടയ്ക്കുമെന്ന്. അത് കർത്താവിന്റെ 2ാം വരവിലും ഹല്ലേലൂയ ഭൂമിയിലായിരിക്കുമ്പോഴും അത് സംഭവിക്കുക. അത് നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ, അത് നമ്മുടെ അവകാശമാണ്. അവിടെ ശത്രുവിന് ജയമെടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആകയാൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ, അതെങ്ങനെയാണ്? ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുക. ഹല്ലേലൂയ. ഒരു അമ്മ നമ്മെ എങ്ങനെയാ, ഒരു കുഞ്ഞിനെ അമ്മ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത്? ഒരു കുഞ്ഞു പൈതൽ കരഞ്ഞാൽ അതിനെ തോളിലിട്ട് അതിന്റെ മുതുകിൽ തട്ടി അതിനെല്ലാം ഫീഡ് ചെയ്ത് ആമേൻ അതിനെ ആശ്വസിപ്പിക്കുക. അതിനങ്ങനെ തട്ടുമ്പോൾ തന്നെ അതിന്റെ സമാധാനം വരെ. പ്രിയമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. പിതാവായ ദൈവം തന്റെ പുത്രന് പരിശുദ്ധാത്മാവിനെ നൽകി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ അവിടുന്ന് യേശു കർത്താവ് ഹല്ലേലൂയ ശുശ്രൂഷ തികച്ച് ആമേൻ എടുക്കപ്പെടേണ്ട സമയം പറഞ്ഞ്, ഞാൻ പോകുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന്. ആമേൻ. അങ്ങനെ യേശു കർത്താവ് പോയപ്പോൾ തന്റെ ആത്മാവിനെ വീണ്ടും നമ്മൾക്ക് വേണ്ടി തന്നു. ആ ദൈവം പരിശുദ്ധൻ നമ്മോട് കൂടെയുണ്ട്. നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്, നമ്മെ കരുതുന്ന ഒരു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വാസപ്രദനാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരുന്ന് നമ്മുടെ കണ്ണുനീരോടുള്ള വിഷയങ്ങൾക്ക് മറുപടി തന്ന് നമ്മെ ഈ പകൽക്കാലം ആശ്വസിപ്പിക്കുക. ആകയാൽ പരിശുദ്ധാത്മാവ് ഒരു ആശ്വാസപ്രദനാണ്. യെശയ്യാവ് 40:1 ഇങ്ങനെ പറയുന്നത്, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, 9 പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുക. ആമേൻ. നമ്മെ ആശ്വസിപ്പിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ വചന. ഹല്ലേലൂയ. സകലത് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെടാത്ത ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആമേൻ. അവിടെയും പറയണം, യെരുശലേം ഹല്ലേലൂയ ജനത്തെ ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ജനത്തെ ആശ്വസിപ്പിക്കുവാൻ. പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം തന്റെ ജനത്തെ ആശ്വസിപ്പിക്കാൻ ആക്കിയിരിക്കുന്നത്. പ്രിയമക്കളെ, നമുക്കൊരാശ്വാസ കാലമുണ്ട്. ഹല്ലേലൂയ. അത് നാം ഈ ഭൂമിയിൽ അനുഭവിക്കുക, ആമേ സ്വർഗത്തിൽ അനുഭവിക്കും. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവ്, ഈ പകൽക്കാല ആമേ പ്രിയ സഹോദരങ്ങൾ, സഹോദരിമാര്, മാതാപിതാക്കൾ ഏത് വിഷയത്തിന്റെ മേൽ അവർ ഭാരപ്പെടുന്നുവോ അതിന്റെ മേലിൽ യേശുവിന്റെ ഒരു ആശ്വാസം വ്യാപരിക്കട്ടെ. രോഗാവസ്ഥയിൽ അവർ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സാമ്പത്തികമല്ല നൽകുന്ന ദൈവമാണ്. രോഗങ്ങൾ, കടഭാരങ്ങൾ നീക്കുമ്പോൾ തന്നെ തലമുറകളുടെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു അവിടെ എല്ലാം ആശ്വസിപ്പിക്കുന്ന ദൈവിക സമാധാനം
ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.